ഫേസ്ബുക്കിലൊക്കെ വൈറലായ പാട്ടുകളായിരുന്നു. നഗുമോ ശ്രീരഘുവരനീ അത് വെച്ചാണ് എല്ലാരും റീൽസ് ഇടുക. അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ വോയിസ് ആണല്ലോ അല്ല സങ്കടമല്ല സന്തോഷം. പിന്നെയാണ് മനസ്സിലായത് അമേരിക്കയിൽ പോലല്ല, ഓൺലൈൻ ക്ലാസ് ആയിരുന്നു എന്ന്. ഓൺലൈൻ എങ്കിൽ ഓൺലൈൻ, അമേരിക്കയായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം. ഇതാണ് എന്റെ പ്രശ്നം. ഞാനേ ഒന്നിന്റെ മേലെ ഇങ്ങനെ 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 പോയി എന്തിനാ വന്നേന്ന് മറന്നു പോകും. കേൾക്കുമ്പോ ഇങ്ങനെ തോന്നുന്ന ടൈപ്പ് പാട്ടുകളാണ് എനിക്കിഷ്ടം. ഇത് സായങ്കാലമാ മടി സായം കാലമാ മുല്ലപ്പൂ സൂട് മെല്ലപ്പായ് പോട് അടവാട കാത്ത് സൂടേത്തിര് ഷോ എന്ത് രസമാണ്. ടോക്ക് ഫ്രെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് പ്ലേബാക്ക് സിംഗർ ശ്വേത അശോകാണ്. ശ്വേത അശോകിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷീസ് എ സിംഗർ വിത്ത് എ മാജിക്കൽ വോയിസ് ആൻഡ് ആൻ ഈവൻ സ്വീറ്റർ സ്മൈൽ. വെൽക്കം ടു ദ ഷോ. ശ്വേതയെ കുറിച്ച് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് എന്താ പറയാ ചിരിയാണോ എനിക്ക് ഓർമ്മ വരണത്. നല്ല എന്താ പറയാ സ്വീറ്റ് സ്മൈലാണ്. അതിന്റെ ആ ഒരു സീക്രട്ട് ബിഹൈൻഡ് യുവർ സ്മൈൽ. എന്റെ ചിരി എനിക്ക് തോന്നുന്നത് എന്റെ അച്ഛനെ പോലെയാന്ന് പറയും. ആണോ? ചിരി നല്ല നല്ല ചിരിയാന്ന് പറയും. പോസിറ്റീവായിട്ട്. എന്റെ അച്ഛന്റെ ചിരി നല്ലതാണ്. എന്റെ ചിരി നല്ലതാണെന്ന് പൊങ്ങച്ചൻ പറഞ്ഞല്ല, എന്റെ അച്ഛന്റെ ചിരി നല്ല ഭംഗിയാ, അമ്മേന്റെ ചിരി നല്ലതാ. അതുകൊണ്ടാണല്ലോ അത് ഇങ്ങോട്ടേക്ക് കിട്ടിയത്. അതെ. പിന്നെ ഹൗ ആർ യു? എന്തൊക്കെയുണ്ട് പുതിയ പുതിയ വിശേഷങ്ങള്? ഇപ്പോ ഷോസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഖത്തറിലെ ഗോപിനാഥ് മുതുകാട് സാറിന്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ്. നമ്മള് കുറെ മുന്നേ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാണ്. ഇന്നാണ് അതിനുള്ള ടൈം കിട്ടിയത്. എനിക്ക് മെട്രോ സ്റ്റുഡിയോയിലെ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ ഇന്ന് ഈ ഇന്റർവ്യൂയിലേക്ക് വരാൻ. വളരെ തിരക്ക് പിടിച്ചിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ പിടിച്ചു നിർത്തി. തിരക്കൊന്നുമില്ല. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഷോ ഉണ്ടാവുമ്പോ ഷോന്റെ സ്ഥലത്ത്, അല്ലാത്തപ്പോ എറണാകുളത്ത് പണിയൊന്നുമില്ല ഞാൻ വീട്ടിലുണ്ടാവുക. അല്ലാണ്ട് ഫുൾ ടൈം ബിസിയായി ഓടുന്നൊന്നുമില്ല, വീട്ടിലുണ്ടാവും. കോഴിക്കോട് വടകര. കോഴിക്കോടാണല്ലേ? മഞ്ച് സ്റ്റാർ സിംഗർ എന്നാണല്ലോ മോള് 16 ഇയേഴ്സിലാകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അതെ. അപ്പൊ അതില് പിന്നെ മഞ്ച് സ്റ്റാർ സിംഗറിന്റെ വിന്നർ ആയിരുന്നു, ടൈറ്റിൽ വിന്നർ ആയിരുന്നു. എന്നിട്ട് പിന്നെ സരിഗമപാല് വന്നു. സരിഗമപാല് 3rd പ്രൈസ് ആയിരുന്നു. പിന്നെ മത്സരത്തിനൊന്നും പോയില്ല. പിന്നെ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ സ്റ്റാർ സിംഗറിൽ, ജൂറി ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ അത് വേറൊരു പഠനം, ലോകമാണ്. എങ്ങനെയാണ് ഈ സിംഗിങ് ഇതിലോട്ട് വന്നത്? ചെറുപ്പത്തില് പാട്ട് വീട്ടിലെല്ലാരും പാടും. അച്ഛനും അമ്മക്കും പിന്നെ നമ്മളെ പാട്ട് പഠിപ്പിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം തന്നെയായിരുന്നു. അപ്പോ ചേച്ചീനെ ഡാൻസ്, എന്നെ പാട്ട്, പിന്നെ അനിയനെ തബലയായിരുന്നു വിചാരിച്ചത്. അപ്പൊ അവന് ചെറിയ വിരല പഠിക്കുമ്പോ, കുഞ്ഞാകുമ്പോ. അപ്പൊ പിന്നെ പഠിച്ചോന്ന് പറഞ്ഞു. പിന്നെ വയലിനിലേക്കാണ് പോയത്. ഇപ്പൊ വയലിനിസ്റ്റ് ആണ്. ഇപ്പൊ തബലയല്ല, വയലിനാണ്. മാറി വയലിനിലോട്ട് വന്നു. അങ്ങനെ എല്ലാരും പാടും. ഏത് വയസ്സിലാണ് പാട്ട് പഠിച്ചു തുടങ്ങിയത്? ശരിക്കും പറഞ്ഞാൽ പാട്ട് പഠിച്ചു തുടങ്ങി എന്നെ അമ്മ ആദ്യം പാട്ട് പഠിപ്പിച്ചേ. അമ്മ പാട്ട് ടീച്ചറാണ്? പാട്ട് ടീച്ചറല്ല, അമ്മേന്റെ ഫാമിലി എല്ലാവരും പാടും. അപ്പൊ അമ്മയും നന്നായിട്ട് പാടുമായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ ലളിതഗാനങ്ങളും പിന്നെ ഈ സുപ്രഭാതം എന്ന് പറഞ്ഞ പരിപാടികളിലുള്ള രാവിലത്തെ പാട്ടുകൾ ഉണ്ടാവും, അതൊക്കെ അമ്മ ഇങ്ങനെ ഇരുന്ന് പഠിപ്പിക്കായിരുന്നു. അങ്ങനെയാണ് ആദ്യം പാട്ട് പഠിച്ചു തുടങ്ങിയത്. പിന്നെ ഞാൻ മോഹനൻ എന്ന് പറഞ്ഞിട്ടുള്ള സാറിന്റെ അടുത്ത്, ഇത് കർണാട്ടിക് മ്യൂസിക് പഠിച്ച ഒരു രീതിയാണ് പറഞ്ഞത്. മോഹനൻ എന്ന് പറഞ്ഞ സാറിന്റെ അടുത്ത് 1 വർഷം പഠിച്ചു. മാഷിന്റെ വീട് കൊല്ലത്താ. അപ്പൊ 1 വർഷം പഠിച്ചു. ആ സമയത്ത് വളയം സ്കൂളിലുള്ള മ്യൂസിക് ടീച്ചറായിരുന്നു സാർ. അപ്പോൾ മാഷിന്റെ അടുത്ത് പഠിച്ചതിന് ശേഷം എന്നെ മോഹനൻ മാഷാണ് രാമചന്ദ്രൻ എന്ന് പറഞ്ഞ സാറിന്റെ അടുത്ത് കൊണ്ടാക്കിയത്. അതായത് അതൊരു 3ാം ക്ലാസ് പഠിക്കുമ്പോൾ. പിന്നെ PG വരെ മാഷിന്റെ കീഴിൽ തന്നെയായിരുന്നു പഠനം കംപ്ലീറ്റ് ഉണ്ടായത്, മ്യൂസിക്. അപ്പൊ അതിന്റെ ഇൻ ബിറ്റ്വീൻ ആണ് മഞ്ച് സ്റ്റാർ സിംഗറിലോട്ട് പോയത്. അത് പിന്നെ +1 പഠിക്കുന്ന സമയത്ത്, +1 ചേർന്ന പാടാണ് മഞ്ച് സ്റ്റാർ സിംഗർ ഉണ്ടായത്. അത് ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? അതെങ്ങനെയാ സെലക്ഷൻ? ഞാൻ ഗന്ധർവ സംഗീതം എന്ന് പറഞ്ഞൊരു ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ 5ാമത്തെ റൗണ്ട് ആകുമ്പോഴത്തേക്ക് ഞാൻ എലിമിനേറ്റ് ആയി.
അപ്പോ അതിന് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. പാട്ടിൽ ഞാൻ അന്നും കോൺഫിഡന്റ് ആയിരുന്നു. പാട്ട് മാത്രമല്ല വിഷയമുള്ളത് എന്നുള്ളത് മെല്ലെ മെല്ലെ അറിഞ്ഞു തുടങ്ങി. പാട്ട് മാത്രം പോരാ എന്നുള്ളത്. പക്ഷെ നമുക്ക് ആ ഒരു മീഡിയയിൽ നിൽക്കണമെന്നുള്ളത് അത്യാവശ്യമായിരുന്നു, എക്സ്പോഷർ വേണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നിർത്തിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് മൻ സ്റ്റാർ സിംഗറിൽ പോയി. മൻ സ്റ്റാർ സിംഗറിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാടി. അന്ന് ഗന്ധർവ സംഗീതത്തിൽ പാടിയതുപോലെ തന്നെ ഇപ്പോഴും അന്നും പാടിയത് വൃത്തിയിൽ തന്നെ പാടി 1ാം സ്ഥാനം കിട്ടി. പിന്നെ അതിനുശേഷം ഞാൻ ഡിഗ്രി പഠിച്ചു, ഇലക്ട്രോണിക്സ്, PG പഠിച്ചു, കമ്പ്യൂട്ടർ സയൻസ്. ഫുൾ പഠിത്തത്തിലായി 5 വർഷം അങ്ങനെ പഠനം എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചതുകൊണ്ട് പിന്നെ മ്യൂസിക്കലി ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ല. പക്ഷെ മ്യൂസിക് ഉണ്ടായിരുന്നു. പിന്നെ മീഡിയ ആയിട്ടുള്ള കണക്ഷൻ ഒന്നും ഇല്ലാണ്ടായി. മ്യൂസിക് ഒരു പ്രൊഫഷൻ ആക്കി എടുക്കാൻ ഒരു ബ്രേക്ക് വന്ന എവിടെയാ? അത് ഞാൻ കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിക്കില്ല. എനിക്ക് അക്കാഡമിക്സിൽ ഞാൻ ഭയങ്കര മോശമായിരുന്നു. കണക്കില് 0 മാർക്കും ഫിസിക്സിൽ 2 മാർക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു കളിയാക്കലുകൾ കുറെ നേരിടേണ്ട വന്നിട്ടുണ്ട്. വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും ഒക്കെ ഇരുന്ന് പറയും. എന്താ പറയാ വെച്ച് കഴിഞ്ഞാൽ, ശ്വേത പാട്ട് മാത്രമേ പാടൂ, പഠിക്കൂല എന്ന് പറയും. അപ്പൊ അത് ചെറുപ്പത്തില് ഇങ്ങനെ പറയുന്ന സമയത്ത് അവര് ചിന്തിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതെന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് വിചാരിച്ചു, ഓക്കെ മ്യൂസിക് ഞാൻ പഠിക്കില്ല, മ്യൂസിക്കിന്റെ കോഴ്സേ പ്രൊഫഷനെ ഞാൻ എടുക്കില്ല, മ്യൂസിക് കൂടെ ഉണ്ടാവും, പക്ഷെ വേറെ എന്തെങ്കിലും സബ്ജക്ട് ഞാൻ എടുത്ത് പഠിക്കുന്നു. അങ്ങനെയാണ് ഞാൻ BSc ഇലക്ട്രോണിക്സ് എടുത്തത്. ഇലക്ട്രോണിക്സ് പിന്നെ MSc കമ്പ്യൂട്ടർ സയൻസ് ആ ഒരു ഇതിലേക്കായി പോയത്. അപ്പൊ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണം എന്നൊക്കെ വിചാരിച്ച് പിന്നെ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ എനിക്കൊരു കോളേജിൽ ജോലി കിട്ടി. അപ്പൊ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് അവിടെ ഡിഗ്രി PG ക്ലാസ്സുകൾക്ക് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വോയിസിന് ഭയങ്കര പ്രോബ്ലം വന്നു. പ്രോബ്ലം വന്നതിന് ശേഷം എനിക്ക് പാട്ട് പാടാൻ പറ്റാണ്ടായി. പക്ഷെ ജോലി ഉണ്ട്, പ്രൊഫഷൻ പാട്ടിൽ എനിക്കൊന്നും നേടാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഫ്രസ്ട്രേഷൻ ഉള്ളൊരു പീരീഡ് ഉണ്ടായിരുന്നു. ആ പീരീഡിലേക്ക് എനിക്കിനി തിരിച്ചു പോയേ വേണ്ട. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ US ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എനിക്ക് പാട്ട് പഠിക്കും. എനിക്ക് എന്താണെന്നറിയില്ല, ഞാനിത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അമേരിക്കയിൽ സെറ്റിൽ ആവണമെന്ന് ഭയങ്കര ആഗ്രഹം ഇപ്പോഴും ഉണ്ട്. പിന്നെ കാരണം അവിടുത്തെ പ്രാക്ടിക്കൽ റിയൽ ലൈഫിനെ പറ്റി എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ എന്നാലും അന്ന്, അതായത് മൻ സ്റ്റാർ സിംഗറിന്റെ ടൈമിൽ നമുക്കൊരു മാസത്തെ US ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ അങ്ങനെ കണ്ടിട്ട് എന്തോ മനസ്സിനൊരു ഭ്രാന്തം പിടിച്ചതാ. ആഗ്രഹമുള്ളത് ഇപ്പോഴും അതിപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഫ്രസ്ട്രേഷൻ ഉള്ള സമയത്ത് ഞാൻ US ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ അയക്കുന്നത്, എനിക്ക് അമേരിക്കയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അയക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെബ്സൈറ്റിൽ ഒരു 200ഓളം ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു പേര് വന്നു, മെയിലും കോണ്ടാക്ട് ഒക്കെ. ഞാൻ അവർക്ക് എല്ലാവർക്കും എൻ്റെ CV അയച്ചു. 200 ആൾക്കാർക്കും 200 മെയിൽ ID-കളിലേക്കും ഞാൻ എൻ്റെ CV തുരുതുര അയച്ചു കൊണ്ടിരുന്നു. അതിൽ നിന്ന് 2 ആൾക്കാരാണ് എനിക്ക് റെസ്പോണ്ട് ചെയ്തത്. എന്നിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ ഞാൻ അമേരിക്കയിൽ പോകുന്നതാണെന്ന്. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് അമേരിക്കയിൽ പോലല്ല, ഓൺലൈൻ ക്ലാസ് ആയിരുന്നു എന്ന്. ഓൺലൈൻ എങ്കിൽ ഓൺലൈൻ, അമേരിക്കയായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം വേണമല്ലോ. ഞാൻ ആലോചിക്കുമ്പോ എനിക്ക് കോമഡി ആയിട്ട് തോന്നുന്നു. പക്ഷേ ഓൺലൈൻ ക്ലാസ് എടുത്തു. പിന്നെ അങ്ങനെ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും സരിഗമപ്പ വന്നു. സരിഗമപ്പ വരുമ്പോഴത്തേക്കും പിന്നെ ജോലി റിസൈൻ ചെയ്തു. പിന്നെ ക്ലാസ്സസ് എടുക്കാൻ പറ്റിയില്ല, കോമ്പറ്റീഷൻ ആകുമ്പോൾ ഫുൾ അതിൽ ഫോക്കസ്ഡ് ആണല്ലോ. അങ്ങനെ സരിഗമപ്പയിലേക്ക് വന്നു. പിന്നെ ഞാൻ ഇനി അങ്ങോട്ട് വേറൊരു പ്രൊഫഷനിലേക്ക് തിരിച്ചു പോവില്ല, മ്യൂസിക് മാത്രമായിരിക്കും എന്നുള്ള ഒരു പായല് വന്നപ്പോഴാണ്. അത് പിന്നെ ജോലി വേണ്ടാന്ന് വെക്കണോ അങ്ങനത്തെ ഒരു തോട്ടൊന്നും ഉണ്ടായില്ല എനിക്ക്. ചില സമയത്തെ അങ്ങനെ ഒരു ഇത് വരുന്ന സമയത്ത് ഒരു മനുഷ്യന്മാരെ ഞാൻ നോക്കില്ല. എനിക്ക് എന്താണോ ശരി അത് ഞാൻ ചെയ്യും. അത് തെറ്റാണോ ശരിയാണോന്നൊന്നുമില്ല, അപ്പൊ അങ്ങനെ. പക്ഷെ ഈ അടുത്ത തീരുമാനം ആയിരുന്നു കറക്റ്റ്. അതുകൊണ്ട് തന്നെ ഇതാ ഇപ്പോ നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇങ്ങനെ ഒരു ലൈഫ് ആയിരുന്നോ ഡ്രീം ചെയ്തുകൊണ്ടിരുന്ന? ആ ലൈഫിലാണോ ഇപ്പൊ ജീവിക്കുന്നത്? അതെ, ഇപ്പോ ഞാൻ എന്താണോ സ്വപ്നം കാണുന്നത്, സ്വപ്നം കണ്ടത്, ആഗ്രഹിച്ചത്, ആ ഒരു ലൈഫാണ് ഞാനിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാപ്പി, ഫുള്ളി മ്യൂസിക്കലി ഹാപ്പി ലൈഫ്.
അതെനിക്ക് തോന്നുന്നത് പണ്ടേ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് യെസ് എന്നുവെച്ചാൽ അറിഞ്ഞുകൊണ്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളെ ഉള്ളിൽ നമ്മൾ അറിയാണ്ട് തന്നെ ഒരു ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, അത് നടക്കുമെന്ന് അതിനുവേണ്ടി യൂണിവേഴ്സ് ഒക്കെ എന്തൊക്കെയോ യൂണിവേഴ്സ് ഒക്കെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിലേക്ക് എത്തല്ലേ. അതെ അതെ, അതുകൊണ്ട് അത് എത്തി. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന ജോലി നമ്മുടെ പാഷനും കൂടി ആവുമ്പോ അത് മോർ അല്ലേ. അതെ, മടുത്തം വരില്ല. ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നതാണ്, പിന്നെ ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യണം. അപ്പൊ അതല്ലാണ്ട് വേറെന്തൊക്കെയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരോടൊക്കെ ഞാൻ എപ്പോഴും പറയാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്താൽ മതി, ഇഷ്ടമുള്ള കാര്യത്തിൽ എക്സൽ ചെയ്യണം, അത് ദ ബെസ്റ്റ് ആയിരിക്കണം. ഇപ്പൊ ഞാൻ പാട്ട് പാടും, ഞാൻ കുറച്ച് പാട്ട് പാടും, പിന്നെ ഞാൻ പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല, ഉള്ള ഒരു കഴിവ് വെച്ചിട്ട് അവിടെ എവിടെയും തട്ടിമുട്ടി പോകും, അതല്ല വേണ്ട. ഞാൻ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇപ്പോഴും മുന്നോട്ടേക്ക് പോകണം എന്നുള്ളൊരു തോട്ട്. അപ്പൊ നമുക്കുള്ള ടാലന്റ് അത് ഫൈൻ ട്യൂൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ പോകാൻ പറ്റും. 100% ഡെഡിക്കേഷൻ ആൻഡ് ഹാർഡ് വർക്ക് വേണം. ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് പറയുന്നതിൽ മടിയില്ല. അപ്പോൾ എനിക്കത് ഹാർഡ് വർക്ക് ചെയ്യാണ്ടിരിക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ്. കാരണം ഉള്ള ഒരേ ഒരു പിന്നെ സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. അപ്പം അതിനു വേണ്ടി എന്തും വേണമെങ്കിലും ചെയ്യും. ഇനി മ്യൂസിക്കാണ് തുടർന്ന് അങ്ങോട്ടുള്ള ഒരു ലൈഫിലെ മെയിൻ സാധനം എന്നുള്ളത് എപ്പോഴും മനസ്സിലുണ്ട്. ഇപ്പൊ ഈ റിയാലിറ്റി ഷോ കണ്ടസ്റ്റന്റ് ആൻഡ് വിന്നറിന് പ്ലേ ബാക്ക് സിംഗിങ്ങിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അത് എങ്ങനെയായിരുന്നു? പ്ലേ ബാക്ക് സിംഗിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമല്ലായിരുന്നു. പക്ഷെ 2-3 പാട്ടുകൾ ആൾക്കാർക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും എന്നുള്ളൊരു അവസരം എറണാകുളത്ത് വന്നപ്പോഴാണ് കിട്ടിയത്. അല്ലാണ്ട് ഞാൻ ക്ലാസിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സിംഗർ ആവാം എന്നൊക്കെ ഉള്ളതാണ് പിന്നെ ആഗ്രഹമുണ്ടായിരുന്നത്. അപ്പോൾ എറണാകുളത്തേക്ക് താമസം മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് മാറിയേ. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ 6 മാസം കൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നൊക്കെയുള്ള ശപഥത്തിൽ വന്നിട്ട് ഞാനിപ്പോ 5 വർഷമായിട്ട് ഇവിടെ. ഇപ്പൊ വീട്ടിൽ പോകണ്ട, വീട്ടില് ഒരാഴ്ച നിന്ന് കഴിഞ്ഞ് തിരിച്ച് കൊച്ചിയിലേക്ക് വരണം. കൊച്ചിക്ക് അങ്ങനെ ഒരു പവർ ഇങ്ങോട്ടേക്ക് വരണം എന്നുള്ള. പിന്നെ മ്യൂസിക്കിന് കുറച്ചും കൂടെ കംഫർട്ട് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇപ്പൊ കൊച്ചിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഗ്രോയിങ് ആർട്ടിസ്റ്റിന്, അല്ലാതെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സ്ഥലം എന്നുള്ളത് വിഷയമല്ല. പക്ഷെ നമുക്ക് ഇവിടെ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. അതുകൊണ്ട് കൊച്ചിയിലേക്ക് വരും. കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലും അല്ലേ കൊച്ചിയില. അപ്പൊ ഒരു ഫസ്റ്റ് ആ ഒരു എന്താ പറയാ മൂവി അല്ലെങ്കിൽ പ്ലേ ബാക്ക് സിംഗിലോട്ട് അയ്യോ ഇതാണ് എന്റെ പ്രശ്നം. ഞാനേ ഒന്നിന്റെ മേലെ ഇങ്ങനെ പോയി എന്തിനാ വന്നേന്ന് മറന്നു പോകും. അങ്ങനെ എറണാകുളത്ത് വന്നപ്പോ ഞങ്ങള് കോറസിനൊക്കെ പാടാൻ വേണ്ടിട്ട് വിളിക്കാൻ തുടങ്ങി. അപ്പൊ കോറസിന് പാടാൻ പോയപ്പോഴാണ് എനിക്ക് ഹൃദയം എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ആ ഞങ്ങളെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തില് നഗുമോ കീർത്തനം ആർക്കെങ്കിലും അറിയോന്ന് ചോദിച്ചു. അതിൽ എനിക്ക് മാത്രമായിരുന്നു അറിയാവുന്നത്. അതുകൊണ്ട് ഞാൻ അന്നത്തെ പാട്ട് പാടി. അപ്പൊ കോറസ് അല്ല, അപ്പൊ ആ പാട്ടിലുള്ള നഗുമോ റിവൈവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഷനിലൊരു മേജർ ഒരു പാർട്ട് എനിക്ക് പാടാൻ പറ്റും. അത് കുറെ ആൾക്കാർ കേട്ടും ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറെ പോപ്പുലർ ആയൊരു ഇതായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയത്. പിന്നെ സരിഗമബാല് പോയപ്പോഴാണ് ഗോപി സുന്ദർ സാറിന്റെ ഷൈലോക്ക് മൂവിയിൽ പാടിയത്. പിന്നെ ഷാൻ റഹ്മാൻ സാറിന്റെ മിന്നൽ മുരളിയില് മന്ത്രമില്ലാതെ എന്നുള്ള പാട്ടൊക്കെ പാടിയത്. അതൊക്കെ പിന്നെ ഈ കോമ്പറ്റീഷനിൽ വന്നപ്പോഴാണ് അത്രയും വലിയ ലെജൻഡറി മ്യൂസിഷ്യൻസിനൊക്കെ ആയിട്ട് കോണ്ടാക്റ്റും പിന്നെ അവരെ പാട്ടൊക്കെ പാടാൻ പറ്റിയത്. ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടും ഇല്ല. ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഉണ്ടാവാം. അങ്ങനെ പ്ലേ ബാക്ക് സിംഗർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. പക്ഷെ വന്നപ്പോ ഓപ്പർച്യൂണിറ്റി എന്തായാലും മ്യൂസിക്കിലുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഞാൻ ഒരുപോലെ കാണും. അത് പ്ലേ ബാക്ക് സിംഗിങ് ആയിക്കോട്ടെ, സ്റ്റേജ് പെർഫോമൻസ് ആയിക്കോട്ടെ. സ്റ്റേജ് പെർഫോമൻസ് തന്നെ പല കാറ്റഗറീസ് ഉണ്ട്. ബാൻഡ് ഷോയില് ഒരു ഫ്രീ സ്റ്റൈൽ, പിന്നെ മെഹഫിൽ, കർണാട്ടിക് മ്യൂസിക്, ഗസൽ, അങ്ങനെ പല രീതികളുണ്ട്. അപ്പോൾ അത് പെർഫോമൻസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ചൂസ് ചെയ്യാം. അതിപ്പോ എന്ത് വന്നാലും ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യാൻ റെഡിയാണ്. ഏതാ കൂടുതൽ എന്താ പറയാ ഇഷ്ടമുള്ളത്? സ്റ്റേജ് ഷോസ് ആണോ അതോ? സ്റ്റേജ് ഷോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബാൻഡ് ഷോസ് ആണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അല്ലാതെ ഓർക്കസ്ട്ര ഗാനമേളകൾ ഇഷ്ടം പോലെ ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ ഒരു നല്ലൊരു കോസിന് വേണ്ടിയിട്ടുള്ളൊരു ജേണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അവരുടെ ഒരു DAC എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ആർട്ട് സെൻറ്ററിൻ്റെ
ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാസർഗോഡ് അവരൊരു പ്രോജക്റ്റ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഫണ്ട് റേസിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ പല രാജ്യങ്ങളിലായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഫസ്റ്റ് ടൂർ ഓസ്ട്രേലിയ ആയിരുന്നു, ഇനി ഖത്തറിലുണ്ടായിരുന്നു, മെഞ്ഞാന്ന് കഴിഞ്ഞു, ഇനി ദുബായിലുണ്ട്, UK ഉണ്ട്, അങ്ങനെ പല പല രാജ്യങ്ങളായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏതൊക്കെ സ്ഥലങ്ങൾ കവർ ചെയ്തു? എല്ലാം ഇനി കവർ ചെയ്യാത്തത് വെച്ച് നോക്കണ്ടേ? കവർ ചെയ്യാത്തത് എന്ന് ചോദിച്ചാൽ ഞാൻ UK ഇതുവരെ പോയിട്ടില്ല, UK പോവാ. സൗത്ത് ആഫ്രിക്ക പോയിട്ടില്ല, സൗത്ത് അമേരിക്ക പോയിട്ടില്ല, പിന്നെ ഓസ്ട്രേലിയ പോയി, റഷ്യ പോയിട്ടില്ല, അങ്ങനത്തെ ജപ്പാൻ, ചൈന അവിടെയൊന്നും പോയില്ല. രാജ്യങ്ങൾ കുറെ ഉണ്ട് പോവാത്ത. ഏരിയ പറയുന്ന സമയത്ത് ഈ ഭാഗങ്ങളിലൊന്നും പോയിട്ടില്ല. ഓക്കെ. ഇപ്പം ശ്വേത എന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് ആരൊക്കെ പറഞ്ഞു, അയ്യോ തുളസിക്കതിർ പാടിപ്പിക്കണേ. അത് എത്ര മില്യൺസ് ആയി? അതെത്ര 20 മില്യണോ? അല്ല, അത് അത്രയും അതിന് കൂടുതൽ അന്നേ ആയിരുന്നു. 34 അങ്ങാണ്ട് അന്നേ. 34 ആയിനാ? ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. 20 ഞാൻ കണ്ടേ. അപ്പൊ അത് എന്തായാലും ഒന്ന് പാടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതൊരു 4 വരി. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി ഇന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി ഇന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണാ. അത് എനിക്ക് സർഗം ഓഡിയോസിൻ്റെ അടുത്ത് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. കാരണം സർഗം അന്ന് വിളിച്ചില്ലായിരുന്നെങ്കിൽ, സർഗം ഓഡിയോസ് അന്ന് വിളിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു മേജർ സോങ്ങിന്റെ ഭാഗമാകാൻ പറ്റില്ല. ഇന്നും അമ്മമാരും ചേച്ചിമാരും അനിയത്തിമാരും കുഞ്ഞു വാവകളൊക്കെ അവരൊക്കെ ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും ഒക്കെ ഈ പാട്ട് കേട്ടിട്ട് ഉറങ്ങുന്നു, ഇത് കേട്ട് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ വോയിസ് അതിന്റെ ഒരു ഭാഗമാന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷം. അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല അത് എത്രത്തോളം ആ ഒരു സന്തോഷം ഉണ്ട്. ഇപ്പൊ പാടിയ പാട്ടിൽ വെച്ചിട്ട് ഏറ്റവും എന്താ പറയാ ഇഷ്ടപ്പെട്ട ക്ലോസസ്റ്റ് യുവർ ഹാർട്ടില് ഏതാണ് ഇപ്പൊ പാടിയ ഫേവറേറ്റ് എന്നൊക്കെ പറഞ്ഞു? എനിക്ക് അങ്ങനെ ചോദിക്കാം, എല്ലാ പാട്ടും എനിക്ക് വളരെ കുറച്ച് പാട്ടേ പാടിയിട്ടുള്ളൂ. അതിപ്പോഴും കുറെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ എല്ലാ പാട്ടുകളും എനിക്ക് ഫേവറേറ്റ് തന്നെയാണ്. പിന്നെ നഗുമോ ഇഷ്ടമാണ്. അതൊക്കെ വേറെ വേറെ ജോണറാണ് ഞാൻ പാടിയിരിക്കുന്നത്. പിന്നെ ഉയിരേ ഉയിരേ ഉറയും ഉയിരേ ഇനിമേ നാം ഒന്നായി. ആ പാട്ട് തമിഴല്ല, അമരൻ മൂവിയിലുള്ള മലയാളം വേർഷൻ, കന്നഡ, തെലുഗു, ഹിന്ദി ഈ 4 വേർഷൻസ് പാടാനുള്ള ഓപ്പർച്യൂണിറ്റി അപ്പൊ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഭയങ്കര ഹിറ്റ്. അതെ അതെ അതെ. അങ്ങനെ കുറച്ച് നല്ല നല്ല പാട്ടുകളുടെ ഭാഗം. പിന്നെ പാൽവർണ്ണ കുതിരമേലിരുന്നൊരു തന്നിത പാമ്പിനെ എതിർക്കുവാൻ പുറപ്പെടുന്നേ, പണ്ടത്തെ ചരിതത്തിൽ സഹതായെ പോലവൻ നായാട്ടിനൊരുങ്ങുവാൻ ഒരുക്കമായേ. അത് ജെക്സ് ബിജോയ് സാറിന്റെ പാട്ട്. പിന്നെ രാഹുൽ രാജ് സാറിന്റെ പാട്ട് പാടിയിട്ടുണ്ട്. അങ്ങനെ കുറെ മ്യൂസിഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു ടാലന്റ് കൊണ്ട് കിട്ടിയ കാര്യമാണ്. അതെ അതെ. ഇപ്പം ഇത്രയും പാട്ടുകൾ പാടിയ പാട്ടുകൾ കുറച്ചാണെങ്കിലും എല്ലാം നല്ല വെയിറ്റ് എടുത്ത പാട്ടുകളാണ്. അപ്പൊ ഈ ഫാൻസ് ഒരുപാട് ഉണ്ടാവുമല്ലോ, അപ്പൊ അതിനൊക്കെ എങ്ങനെയാണ്? അങ്ങനെ ഇന്ന പാട്ടിനെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫാൻസ് ഇല്ല. ആ സമയത്തുണ്ടായിരുന്നു മിന്നൽ മുരളിയുള്ള പാട്ട് ഇറങ്ങിയപ്പോ ഫുൾ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കിലൊക്കെ വൈറലായ പാട്ടുകളായിരുന്നു. നഗുമോ ശ്രീരഘുവരനീ അത് വെച്ചാണ് എല്ലാരും റീൽസ് ഇടുക. അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ വോയിസ് ആണല്ലോ അല്ല സങ്കടമല്ല സന്തോഷം. എനിക്ക് എന്താ പറ്റിയതറിയില്ല. അതെ. ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു എന്താ പറയാ മറക്കാനാവാത്ത ഫാൻ മൊമെന്റ് എങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഓർമ്മയില് എടുത്ത് പറയാൻ പറ്റുന്ന? മറക്കാനാവാത്ത ഫാന് മൊമെന്റ് ഈ അടുത്ത് എൻ്റെ അടുത്ത് ഒരു ചേട്ടൻ, ഞാൻ ബാംഗ്ലൂർ ഒരു ഷോ ചെയ്യാൻ വന്നപ്പോൾ അവര് മാംഗ്ലൂരുള്ള ആളാണ്. അപ്പോൾ അവര് 2020 മുതലേ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജസ് ഉണ്ടാകുമ്പോൾ കാണാൻ പറ്റില്ല. ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടാകുമ്പോൾ എല്ലാത്തിനും റിപ്ലൈ ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടാവില്ല. ആൾക്കാർ കാണുന്ന അറിയാം, ഞാൻ അത്യാവശ്യം റിപ്ലൈസ് കൊടുക്കും. പക്ഷെ നമുക്ക്
എനിക്ക് ഒരുപാട് സ്ട്രെയിൻ എടുക്കാൻ പറ്റില്ല. എൻ്റെ സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അത് ചെയ്യണം, പിന്നെ ചില സമയത്ത് നെറ്റ് പ്രിപ്പയർ ചെയ്യണം, ട്രാവല് എല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് ആവില്ല. അപ്പോൾ ഈ ചേട്ടൻ 2020 മുതൽ മെസ്സേജ് അയക്കുന്നുണ്ട്, പിന്നെ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എൻ്റെ ബിസിനസ് അക്കൗണ്ടിലെ ഒരു കോള് വന്നു. അപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യുന്നവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ടുണ്ട്, ബാംഗ്ലൂർ ഷോയിലും ചിലപ്പോൾ വരുന്നുള്ളൂ. അപ്പൊ എനിക്കത് ഓർമ്മയൊന്നുമില്ല, പക്ഷെ അവര് കാണാൻ വന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ബാംഗ്ലൂർ ഷോന് ബാംഗ്ലൂരിലുള്ള ആളാണ്, കാണാൻ വേണ്ടിയിട്ട് വന്നു. ഫുൾ ഷോ കണ്ടിട്ട് പോയി ലാസ്റ്റ്. പിന്നെ ഇനി നെക്സ്റ്റ് ഉണ്ടാവുമ്പോൾ പറയണം കേട്ടോ എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മളെ എവിടെയോ ഇരിക്കുന്ന ഒരാൾ വന്നിട്ട് അവരെ കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നമ്മളെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് വരിക എന്ന് പറയുന്നത് നമ്മളെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ സന്തോഷാവും. അതായിരുന്നു ഇപ്പൊ അടുത്തുണ്ടായ ഒരു ഫാൻ മൊമെന്റ് വലിയ രീതിയിലുള്ള ഒന്നല്ല, പക്ഷെ എന്നാലും നമ്മളെ പോലെ ചെറിയ ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ടും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എന്ന് അറിയുമ്പോഴേ ഒരു സന്തോഷം തന്നെ. നേരത്തെ പറഞ്ഞ പോലെ സമയം കൊടുത്തു വരാന്ന് പറഞ്ഞത് വലിയൊരു കാര്യം. പിന്നെ നമ്മള് പോവോ അങ്ങനെ നമുക്ക് അത്ര ഇഷ്ടമുള്ള ആളുടെ കോൺസേർട്ട് കാണാൻ പോവാ, പിന്നെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാന്നല്ലാതെ അങ്ങനെയല്ലേ. അപ്പൊ അങ്ങനെ ഒരു രീതിയിലായിരിക്കും അവരെടുക്കുന്നുണ്ടാവുക. അതെ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഇപ്പൊ പുതിയ ഏതെങ്കിലും ലെജൻഡ്സ് ഫോളോ ചെയ്തിരുന്നോ? ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ സോനു നിഗം സാർ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു സംഭവമായിരുന്നു അല്ലേ? അത് ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി. ഞാൻ അതൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്ത കാര്യമാണ്. നമ്മള് പറയില്ലേ, നമ്മള് ചെയ്യേണ്ട കാര്യം ചെയ്ത എല്ലാം വരും എന്നൊക്കെ പറയുന്നത് പോലെ ഞാൻ സോനു സാർ കാണുമെന്നുള്ള പ്രതീക്ഷയിലൊന്നും അല്ല ഞാൻ ആ വീഡിയോ ഇട്ടിട്ട്. നമ്മൾ വിചാരിക്കും ഇത്രയും വലിയ ലെജൻഡ്സ് ഒക്കെ നമ്മുടെ പാട്ട് കേൾക്കുമോ അല്ലെങ്കിൽ കാണുമോ. അതെ, അപ്പൊ അത്രേ വിചാരിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ അന്ന് എവിടെയോ പുറത്തൊരു ഷോ കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഞാൻ മെസ്സേജസ് നോക്കി ഇൻസ്റ്റാഗ്രാം. ചേച്ചി ഏതോ ഒരു കുട്ടി, ചേച്ചി സോനു നിഗം സാർ കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ. അന്നാണെങ്കിൽ എനിക്ക് നെറ്റുമില്ല, പുറത്ത് പോകുന്ന സമയത്ത് റോമിങ് ആയിരിക്കുമല്ലോ, വല്ലപ്പോഴും റീചാർജ് ചെയ്യുള്ളൂ. നോക്കുമ്പോ സാറിന്റെ മെസ്സേജ് അത് എത്രയോ മണിക്കൂർ മുന്നേ സാർ ഇട്ടിട്ട് ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പോയി റിപ്ലൈ ചെയ്തു. സാറിന്റെ ഷോന് ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ അപ്പൊ സാറിനെ പുറത്ത് ബാക്ക് സ്റ്റേജിൽ കാണാൻ പറ്റി. സാർ പറഞ്ഞു ഫ്രണ്ടിൽ പോയിട്ട് ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്പെഷ്യലായിട്ട് സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. പ്രത്യേക കെയറും. അയ്യോ, അത് ഒരിക്കലും പ്രതീക്ഷിക്കാനാവാത്ത. അത് സോനു സാറിന് അയച്ചു കൊടുത്തത് ശ്രീനിവാസ് സാറാണ്. സാറ് പിന്നെ മെസ്സേജ് അയച്ചു കൊടുത്തു. പിന്നെ സാറും പറഞ്ഞു നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു എന്റെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ. ബേപ്പൂർ ഒരു ഷോ ഉണ്ടായിരുന്നു ശ്രീനിവാസ് സാറിന്റെ കൂടെ. സാറിന്റെ കൂടെ കുറെ പാട്ടൊക്കെ അതൊക്കെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴും ഉണ്ട്. സാറിന്റെ ഒരു ഐക്കോണിക് സോങ് മിൻസാര കണ്ണ സാറിന്റെ കൂടെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റി. അപ്പൊ അങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോനു നിഗത്തിന്റെ പാട്ട് ഏതായിരുന്നു? സോനാ ദേശ കഹേ ആജാ രേ. ഇപ്പൊ എനിക്ക് സൗണ്ട് ശരിയില്ലാത്തോണ്ടേ പാടാൻ പറ്റുന്നില്ല. അല്ലെ കുറച്ചുകൂടെ ഹൈ അങ്ങനെ പാടായിരുന്നു. കുറച്ച് സ്ട്രെയിനാ. അടുത്ത പ്രാവശ്യം നന്നായി പാടത്തരാം. ഇപ്പൊ ഗ്രൂമിംഗ് സെഷൻ എങ്ങനെ പോകുന്നു സ്റ്റാർ സിംഗറിൽ? സ്റ്റാർ സിംഗറിന്റെ ഗ്രൂമിംഗ് സെഷൻ ഇപ്പൊ ഇല്ല. ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു കണ്ടസ്റ്റൻസ് ടു ഗ്രൂമർ എന്നൊക്കെ പറയുമ്പോൾ? അതിന് ജഗോ സാറിനോട് തന്നെയാണ് താങ്ക്സ് പറയാനുള്ളത്. ജഗോ സാർ പിന്നെ സരിഗമപ്പാല് പിന്നെ മുതലേ എനിക്ക് സാറിനെ അറിയാം. അപ്പോൾ സാറാണ് ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തത്. അതും ഒരുപാട് മലയാളികളിലേക്ക് നമ്മളുടെ എക്സ്പോഷർ എത്താൻ വേണ്ടിയിട്ട് സഹായിച്ചു. അതുമാത്രമല്ല മ്യൂസിക്കലി ഒരുപാട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റി. കാരണം ഈ പഠിപ്പിക്കുന്ന കുട്ടികൾ, അതായത് പഠിപ്പിക്കുന്നതല്ല, ജസ്റ്റ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ ഈ കണ്ടസ്റ്റൻസിനൊക്കെ. അവരൊക്കെ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളുടെ അറിവും കൂടെ കൂടും. അതായത് അവർക്ക് ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം, അത് പാടിക്കൊടുക്കണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് എൻ്റെ മ്യൂസിക് നോളജ് വളരാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാൻ ഇപ്പോഴും സ്റ്റാർ സിംഗറിനെ കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞങ്ങൾ ചെയ്യുന്ന പാട്ടുകൾ സ്റ്റാർ സിംഗറിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു പാട്ട് അതുപോലെ പാടുന്നതിനേക്കാൾ അതിൽ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് അതിനെ കുറച്ചും കൂടെ ചലഞ്ചിങ് ആക്കുക എന്നുള്ളതാണ് മെയിൻ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, വലിയൊരു പ്ലാറ്റ്ഫോം ആണല്ലോ ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത്. ഈ കണ്ടസ്റ്റൻസിൽ എവിടെയെങ്കിലും ഒരു കുട്ടി ശ്വേതനെ കണ്ടിട്ടുണ്ടോ? കുട്ടി ശ്വേത അങ്ങനെയില്ല. വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരുപാട്
കുട്ടികളെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സ്റ്റാർ സിംഗറിൽ പറയുകയാണെങ്കിൽ പിന്നെ തീർത്ഥ ഉണ്ട്. തീർത്ഥ ഭയങ്കര വേഴ്സറ്റൈൽ ആയിട്ടുള്ള കുട്ടിയാണ്, എല്ലാ പാട്ടും പാടും അങ്ങനെ. പിന്നെ ലാസ്റ്റ് ടൈം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഫേവറേറ്റ് എൻ്റെ പിന്നെ കണ്ടസ്റ്റൻസ് ഉണ്ട്. എനിക്ക് അവരുടെ ഓരോരുത്തരുടെ പേര് എടുത്ത് പറയാൻ എനിക്ക് വയ്യ. പക്ഷെ പിന്നെ അരവിന്ദ്, ദിശ, നന്ദ, അങ്ങനെ ഒരുപാട് കുട്ടികളെ പിന്നെ എനിക്ക് എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ പെടുന്ന. ഒരു നല്ല പെർഫോമർ എന്ന് പറഞ്ഞ ക്വാളിറ്റീസ് എന്തൊക്കെയായാലും നോക്കണത് കണ്ടസ്റ്റന്റിൽ? സ്റ്റാർ സിംഗറിന്റെ വിന്നർ എന്ന് പറയുന്നത് ഒരു ജോൺറ ഓഫ് സോങ്ങിൽ മാത്രം എക്സൽ ചെയ്യുന്നതല്ല സ്റ്റാർ സിംഗറിന്റെ വിന്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ പാട്ടുകളും നമ്മൾ ഒരു പ്രേക്ഷകരിലേക്ക് എത്തുന്ന സമയത്ത് ഒരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ എല്ലാ ടൈപ്പ് പാട്ടുകളും പാടാനും അത് രീതിയിൽ പെർഫോം ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ളതാണ് ഒരു മത്സരത്തിൻ്റെ ഒരു വിന്നിങ് കണ്ടീഷൻ എന്ന് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ അരവിന്ദിനെ എടുക്കുവാണെങ്കിൽ അരവിന്ദ് എല്ലാ പാട്ടും പാടും. പിന്നെ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സമയത്ത് പിന്നെ ഇപ്പൊ ഞാൻ വിന്നായി എന്ന് വിചാരിക്കട്ടെ, എന്റെ കൂടെ ഞാൻ മഞ്ച്സ്റ്റാർ സിംഗറിൽ വിന്നർ ആയ സമയത്ത് എന്റെ കൂടെ പാടിയ കുട്ടികളെല്ലാവരും എക്സ്ട്രോർഡിനറി സിംഗേഴ്സ് ആയിരുന്നു. ആ സമയത്ത് അന്ന് എനിക്ക് കുറച്ചും കൂടെ ഫേവറബിൾ ആയി എന്ന് പറയാം. പക്ഷെ സരിഗമപയിൽ എത്തുന്ന സമയത്ത് എനിക്ക് 3rd പ്രൈസ് ആയിരുന്നു. അതുകൊണ്ട് എന്റെ ടാലന്റ് ഇല്ലാണ്ടായി പോകുന്നില്ല. അതൊക്കെ അത്രേ ഉള്ളൂ. ആ സമയത്ത് കോമ്പറ്റീഷനിൽ ജയിക്കുന്നതല്ല അൾട്ടിമേറ്റ് എന്ന് ആ ഒരു ടൈം പീരീഡില് അത് എനിക്ക് മനസ്സിലായ കാര്യമാണ്. കാരണം ഇത് എല്ലാ പ്രാവശ്യവും പിന്നെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ള കാര്യം നിലനിൽപ്പുള്ളൂ എന്നുള്ളത് ശരിയല്ല എന്നുള്ളത് എൻ്റെ ജേർണിയിൽ കൂടെ തന്നെ എനിക്ക് മനസ്സിലായിന്. ഒരുപാട് സമയത്ത് എനിക്ക് പിന്നെ വിജയിക്കാൻ പറ്റാണ്ട് വന്നിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. എൻ്റെ മ്യൂസിക് കരിയർ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ ഒരു മിക്സ് ആയിരുന്നു. അപ്പോൾ നമുക്ക് എപ്പോഴും വിൻ ചെയ്താൽ മാത്രമേ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അതായത് എപ്പോഴും ഒരു പ്രോഗ്രാമിൽ വിജയിച്ചു കഴിഞ്ഞാലേ നമുക്ക് നിലനിൽക്കാൻ പറ്റൂ എന്നുള്ള ഒരു തോട്ട് ശരിയല്ല. നമുക്ക് തെറ്റും ഉണ്ടാവും, ശരിയും ഉണ്ടാവും, താഴ്ചയുണ്ടാവും, ഉയർച്ചയുണ്ടാവും. അതെല്ലാം മിക്സ് ചെയ്തിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് നിരാശകളൊന്നുമില്ല. ഐ എം കംഫർട്ടബിൾ. എനിക്ക് എന്താണോ എൻ്റെ ടാലന്റിൽ എനിക്ക് അത്രയും വിശ്വാസമുണ്ട്. പാർട്ടിസിപ്പേഷൻ ആണ് മോർ ഇമ്പോർട്ടന്റ്. അതെ, അതുകൊണ്ട് അത്രയും വിശ്വാസത്തോടു കൂടെ അങ്ങനെ പോവാൻ പറ്റും. ഇപ്പൊ തുളസിക്കാതിന്റെ മലയാളം വേർഷൻ മാത്രമല്ലല്ലോ അല്ലേ പാടിക്കുന്നത്? അല്ല, തമിഴ് പാടിയിട്ടുണ്ട്, ഹിന്ദി, കന്നഡ, തെലുഗു എല്ലാം പാടിയിട്ടുണ്ട്. എല്ലാം അല്ല, സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസും ഹിന്ദിയും പാടിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള പാട്ടുകൾ ഏതായിരിക്കും? ഇപ്പോൾ റൊമാൻറ്റിക് ആണോ, മെലഡി ആണോ, പെപ്പെ സോങ് ആണോ? ഏറ്റവും കൂടുതൽ എനിക്ക് കർണാട്ടിക് കീർത്തനങ്ങൾ പാടാനാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ. ഞാൻ വിചാരിച്ചു റൊമാൻറ്റിക് സോങ്സ്. റൊമാൻറ്റിക് സോങ്സ് ആണ് വൺ ഓഫ് ദ ടഫസ്റ്റ് സോങ്സ് ടു റെൻഡർ. പാടാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ആ ഫീല് കൊടുത്ത് മുറിക്കാണ്ട് ഫീല് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ശ്വാസം അങ്ങ് തീർന്നു പോവാ. ശ്വാസം നമ്മൾ എന്ന് പറഞ്ഞിട്ട് വിടണം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് റൊമാൻറ്റിക് സോങ് ആണ് ഏറ്റവും ടഫ് പാടാൻ. പക്ഷെ ക്ലാസിക്കൽ എനിക്ക് ഈസിയാ പാടാൻ, തുറന്നു പാടാം, കംഫർട്ടബിൾ ആയിട്ട് പാടാം. പക്ഷെ നേരെ മറിച്ച് എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് മെലഡിയാണ് എളുപ്പം പാടാൻ. അത് ഓരോരുത്തരുടെ തൊണ്ട അനുസരിച്ചിരിക്കും. ചില ആൾക്കാർക്ക് വെസ്റ്റേൺ ആയിരിക്കും കംഫർട്ടബിൾ ഉണ്ടാവുക. ഇപ്പൊ അതർ ദാൻ പാട്ട് അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ഹോബീസ്? ഓഫ് കോഴ്സ് വ്ളോഗിങ് ഞാൻ കാണാറുണ്ട്. വ്ളോഗിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം, അതൊരു ഹോബിയാണ്. പിന്നെ റീൽസ്, അത് മീഡിയന്റെ മുന്നിൽ എല്ലാ കാലത്തും ഇങ്ങനെ നിലനിൽക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യും. കുക്കിംഗ് വീഡിയോ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ എന്താ കുക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഐസ്ക്രീം, എനിക്ക് ചിക്കു ഐസ്ക്രീം. അത് എന്റെ അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ്. എന്റെ അനിയത്തി എന്ന് വെച്ചാൽ എന്റെ കസിൻ സിസ്റ്റർ ആണ്. ഞങ്ങൾ 3 മക്കളാ, ചേച്ചി, അനിയൻ, ഞാൻ, ഞങ്ങൾ 3. അപ്പൊ അനിയത്തി എറണാകുളത്ത് പിന്നെ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവൾ എന്റെ കൂടെ നിൽക്കാൻ വരും. അപ്പൊ ആ സമയത്ത് അവൾക്ക് കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഞാനും അവളെ കൂടെ കൂടും. അപ്പൊ അങ്ങനെയാണ് ഹെവി ക്രീമില് പിന്നെ ഷുഗർ ഫ്രീ ഷുഗർ പിന്നെ ചിക്കു ഇട്ടിട്ട് ഐസ്ക്രീം ഉണ്ടാക്കി. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടം. അങ്ങനെ പുതിയ എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇഷ്ടം. പക്ഷെ എനിക്ക് കിച്ചണിൽ കയറാനേ ഇഷ്ടമല്ല. നിലനിൽപ്പിന് വേണ്ടിയും
വ്ളോഗിന് എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇപ്പൊ കുക്കിംഗ് വീഡിയോസ് ഒന്നും കാണാത്ത. ഇപ്പൊ നെക്സ്റ്റ് ആൾക്കാർ കുക്കിംഗ് ചെയ്യുമ്പോ ചിലപ്പോ നോക്കും അത് ഇവള് വ്ളോഗിങ്ങിന് വേണ്ടി അതിന് ഒരുപാട് വീഡിയോസ് ഉണ്ട്, അത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അല്ല അതിന്റെ കൂടെ പാട്ടും പാടുന്നുണ്ട്. അപ്പൊ എന്താന്നറിയോ, അതിൽ കുറെ കമന്റ്സ് ഇപ്പൊ പിന്നെ ഫേസ്ബുക്കിൽ ഒരുപാട് കമന്റ്സ് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ ഓക്കെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സമാധാനമായിട്ട് ഇങ്ങനെ ചെയ്യാമെന്നുള്ളത് ശ്വേത കാണിച്ചു തന്നു എന്ന് പറയാം. എന്നെ കൊണ്ട് സൊസൈറ്റിക്ക് ഒരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര നല്ല കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് പേര് ഓക്കെ അപ്പൊ ഇനി ഞാനും പാട്ട് പാടും. ഈ പിന്നെ വീട്ടുജോലിയൊക്കെ എടുത്ത് സ്വന്തം കഴിവുകളിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെയുള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് ഞാൻ. ഇപ്പൊ കുക്ക് ചെയ്യുന്നത് അവരെ പോലെ ഞാനും കുക്ക് ചെയ്യുന്നു, അതിന്റെ കൂടെ പാടുക എന്ന് പറയുന്ന സമയത്ത് എനിക്കത് കുറച്ചും കൂടെ റിലാക്സ് ആണ് തരുന്നത്, മനസ്സിനൊരു പിന്നെ സമാധാനം തരും. പിന്നെ അതിൽ മാത്രം ഫോക്കസ് ചെയ്യാണ്ട് പാട്ടിൽ ശ്രദ്ധിക്കുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റും. ഞാനിപ്പോ വീട് വൃത്തിയാക്കുവാണെങ്കിലും പാടിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് അങ്ങ് തീരും. അപ്പൊ അങ്ങനെ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, അതുകൊണ്ടാണ് അത് അത്രയും റീച്ച് ആയത്. ബ്യൂട്ടി ടിപ്സും പറയുന്നുണ്ട്. ബ്യൂട്ടി ടിപ്സ് എനിക്ക് വ്ളോഗിങ്ങില് എനിക്ക് പിന്നെ ബ്യൂട്ടി ഇൻഫ്ലുവൻസർ ആവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലിപ്സ്റ്റിക്കിന്റെ സ്റ്റോറി ഒരു വീഡിയോ ഇട്ടു. അതിന് ഇപ്പൊ 1 മില്യൺ ഹിറ്റ് ആവും. എന്റെ ഒരു മ്യൂസിക് വീഡിയോ 1 മില്യൺ ഹിറ്റ് ആയില്ല. ഇൻസ്റ്റഗ്രാമിൽ ഹിറ്റ് ആയിട്ടുണ്ട്, യൂട്യൂബില് ഇപ്പൊ അടുത്ത് ഹിറ്റ് ആവും. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് കുറച്ച് ബ്യൂട്ടി ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത്. എന്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ട് ഫലിച്ച കാര്യങ്ങൾ, അല്ലാണ്ട് ഒരു ഇന്റൻഷനോട് കൂടെ വേറെ കാര്യങ്ങള് അറിഞ്ഞൂടാത്ത കാര്യങ്ങളൊന്നും ചെയ്യില്ല, അറിയാവുന്ന. ഇപ്പൊ ഈ ഹെയർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ പോലെ ചോദിക്കുകയാണെങ്കിൽ ഈ കേൾസ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കേൾസ് ഞാൻ ഒന്നും ഇപ്പൊ ഇടുന്നില്ല. ഞാൻ എല്ലാ ക്രീംസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ക്രീംസ് ഇടുന്തോറും എന്റെ മുടിയില് ജട ഇങ്ങനെ കെട്ടുക. ഒരു പ്രാവശ്യം സ്റ്റൈൽ ചെയ്യുമ്പോ അത് ഓക്കെയാണ്, പിന്നത്തെ നെക്സ്റ്റ് ടൈം അത് മുടി കെട്ടി താഴ്ത്തുമ്പോഴത്തേക്കും ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഹെയർ വാഷിന് ശേഷം ജസ്റ്റ് ഹെയർ സിറം മാത്രം ഇട്ടിട്ട് ഹെയർ ഡ്രൈ ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ മുടിക്ക് കുറെ ലെസ് ഡാമേജും പിന്നെ ഈസി ആയിരിക്കും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ. കുറച്ച് ഡിഫിക്കൽട്ട് ആണ് മാനേജ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. അപ്പോൾ അങ്ങനെ മാനേജ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. ഞാൻ കെരാറ്റിൻ ചെയ്തിട്ടുണ്ട്, ഹീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രോഗ്രാമിനും പോകുമ്പോൾ അയേണിങ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വിയർത്ത് ആയിട്ടുണ്ടാവുമല്ലോ, അപ്പോഴത്തേക്ക് മുടിയൊക്കെ പിന്നെയും കേൾസ് ആയിട്ടുണ്ടാവും. അപ്പൊ കേളി ഗേൾ ഹെയർ ആ ഒരു സിസ്റ്റം താങ്ക്സ് ടു ദ മീഡിയ അങ്ങനെ ഒരു സിസ്റ്റം വന്നതുകൊണ്ട് പല ആൾക്കാർക്കും ഞാൻ പിന്നെ കുറെ ഹെയർ മെയിൻ്റെനൻസ് കുറെ കൂടെ ഈസി ആയി. അപ്പൊ ഞാനും അവര് ചെയ്യുന്നത് കണ്ടിട്ട് ഫോളോ ചെയ്യും. അപ്പൊ ഞാൻ ചെയ്യുന്നത് ഞാൻ എന്റെ ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കും. അപ്പൊ അവർക്കത് ഇഷ്ടപ്പെടും. അങ്ങനെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ടുകൾ ഏതൊക്കെയാണ്? പഴയ പാട്ടാണോ അതോ പുതിയ ജനറേഷനിലെ സോങ്സ് ആണോ, ഗസൽസ് ആണോ? ഞാൻ എല്ലാ ജനറേഷനുള്ള പാട്ടും കേൾക്കും. പക്ഷെ കേൾക്കുന്ന പാട്ടുകൾ കുറച്ച് ഡാർക്ക്, ഒരു പെർട്ടിക്കുലർ രാഗ ബേസ്ഡ് ഒക്കെ ആയിരിക്കും. എനിക്ക് പ്രതിമധ്യമ രാഗം, പിന്നെ പന്തുവരാളി, ഹംസാനന്ദി, അങ്ങനത്തെ രാഗങ്ങൾ, കാപ്പി, അങ്ങനത്തെ രാഗങ്ങളാണ് എനിക്ക്. പ്ലസന്റ് രാഗം എന്ന് പറയുന്നത് എന്റെ ഫേവറേറ്റ് ലിസ്റ്റ് പെടുന്നതല്ല. കേൾക്കുമ്പോ ഇങ്ങനെ തോന്നുന്ന ടൈപ്പ് പാട്ടുകളാണ് എനിക്കിഷ്ടം. അപ്പൊ അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഞാൻ ലൂപ്പാക്കിയിടും, എന്നിട്ട് ഇങ്ങനെ കേൾക്കും. പ്ലേലിസ്റ്റിൽ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ ട്രെൻഡിങ് സോങ്സും കേൾക്കും, ആവശ്യമാണല്ലോ, കാലത്തിനനുസരിച്ച് നമ്മൾ മൂവ് ആവാം. അതെ. നമുക്കൊരു പഴയ പാട്ട്, ഒരു 4 വരി ഇഷ്ടമുള്ള ഒരു പഴയ പാട്ട്. ഇതൊരു സന്തോഷമുള്ള പാട്ടാണ്. പിന്നെ എനിക്ക് ഗസൽസിലൊക്കെ പാടാനുള്ള, ഗസലല്ല പിന്നെ അവിടുന്നൻ ഗാനം. അവിടുന്നിൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. ഏതു കവിത പാടണം നിൻ ചേതനയിൽ മധുരം പകരാൻ, എങ്ങനെ ഞാൻ തുടങ്ങണം സങ്കൽപ്പം പീലി വിട
പകർത്താൻ അവിടും നിൻ ഗാനം കേൾക്കാൻ. പണ്ടത്തെ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കേട്ടാലും ഇപ്പോഴത്തെ പാട്ട് പോലെ അല്ലല്ലോ. അതെ അതെ. സിംഗിൾ ലൈഫ് ഇസ് എ ഹാപ്പി ലൈഫ് എന്ന് പറയാലോ, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് പറഞ്ഞത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വളരെ കുറവായിരിക്കും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോ റെസ്പോൺസിബിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ട് എൻ്റെ മ്യൂസിക് കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഇഷ്ടമല്ല. സോ റെഡി ടു ബി സിംഗിൾ. കുറച്ചുകൂടെ ഫ്രീഡം, ഫണ്ണാ തോന്നുന്നു. ഫണ്ണാണ്. കേട്ടിട്ട് ഞാനും കല്യാണം കഴിക്കാതെ അങ്ങനെയില്ല. പിന്നെ എൻ്റെ എന്താ ഇപ്പോൾ എൻ്റെ മ്യൂസിക്കിൽ തന്നെ എനിക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ ആളൊക്കെ വരുവാണ്. അപ്പൊ ഒരു എന്താ പറയാ, ഒരു ലൈഫ് പാർട്ട്ണറിന്റെ ക്വാളിറ്റീസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആൻസർ ഉണ്ടാവുക? ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്നെ വെറുതെ വിടണം, എന്റെ ഇഷ്ടത്തിന് വിടണം. അതാണ് എന്റെ ഒരേ ഒരു ഇഷ്ടപ്പെടുന്ന ആളായിരിക്കണം. പാർട്ട് ഓഫ് കോഴ്സ് അതിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന സമയത്ത് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ആണല്ലോ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളെയൊക്കെ കിട്ടുകയാണെങ്കിൽ എനിക്ക് കുക്ക് ചെയ്ത് തരണം. എന്തൊക്കെ അല്ലെങ്കിൽ വ്ളോഗ് തരാനെങ്കിലും, എന്റെ വ്ളോഗ് എടുത്തു തരാൻ ഒരു ക്യാമറാമാൻ, എനിക്ക് കുക്ക് ചെയ്ത് തരാൻ ഒരു കുക്ക്, പിന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വീട്ടിലെത്തിയാൽ തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു ആള്. അപ്പൊ അങ്ങനെ എല്ലാത്തിനും പറ്റിയ. അയ്യോ ഇതൊക്കെ ഞാൻ തമാശക്ക് പറയുന്നതാണ് കേട്ടോ. ഞാൻ ആവശ്യത്തിന് റെസ്പെക്ട് കൊടുക്കുന്ന, ഞാൻ വളരെ അങ്ങോട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് കിട്ടുന്ന റെസ്പെക്റ്റിന് പോലെ തന്നെ അങ്ങോട്ട് കൊടുക്കുന്ന ആ ഒരു രീതിക്ക്. അതിപ്പോ പൊതുവെ ഞാൻ എല്ലാവരുടെ അടുത്തും അങ്ങനെയാണ്. ഞാൻ വളരെ ജോളിയാണ്, വളരെ റെസ്പെക്റ്റോട് കൂടെ ഒരാൾക്ക് കൊടുക്കേണ്ട രീതിയിൽ തന്നെ കൊടുക്കും. അപ്പൊ തിരിച്ച് ഇവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന അതുപോലെ അനുസരിച്ചിട്ട് നമുക്ക് അങ്ങനെ ട്രീറ്റ് ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ ഇപ്പൊ ഒരു ഡ്രീം മാൻ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ, ഇമോഷൻസ് ഫീലിങ്സ് ഒക്കെ ഉള്ള ഒരു റൊമാൻറ്റിക് പാട്ട്. എനിക്കിഷ്ടമുള്ള റൊമാൻറ്റിക് സോങ് ഞാൻ പാടാം. പ്രിയനേ 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 വരികൾ നീ വായിക്കാനായി എഴുതുന്നതാണേ രാപ്പകലുടയോനായോണ്ടേ നാമം ഓതി പ്രേമത്താലേ നീയില്ലാ മണിയറയുള്ളിൽ ഞാനല്ലേ മക്കബറയുള്ളിൽ നീയുള്ളോരായിരുളറയിൽ ഞാനില്ലേ തീയായി കുളിരുമ്പോൾ ചൂടേകാൻ തളരുമ്പോൾ കൂട്ടേകാൻ പ്രിയനേ നീ നോവല്ലേ പൂമേനി തലോടാമേ മുറിവെല്ലാം മായ്ക്കാമേ പൂങ്കവിളിൽ മുത്താമേ കണ്ണേ കണ്ണിറയല്ലേ കരുണാമയനായോണ്ടേ കണ്ണിൽ നീ കുളിരാണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. പ്രിയനെ ഇപ്പൊ എവിടെയെങ്കിലും ഇരിക്കണമെങ്കിൽ ഓടി വരും. ഇരിക്കുന്ന എന്റെ പ്രിയന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാടി. അതെ അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. ഇപ്പൊ ഒരു ഡ്രീം എന്താണ്? ഡ്രീമിലൂടെ ഇപ്പൊ കടന്നു പോകുന്നത്. ഇനി ഇവന്റെ ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റി ഞാൻ പറയാം. പിന്നെ എനിക്ക് PhD ചെയ്യണമെന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ MSc കമ്പ്യൂട്ടർ സയൻസ് എടുത്തു ഞാൻ പറഞ്ഞില്ല. പക്ഷെ അവിടെയൊന്നും ഞാൻ എന്റെ മ്യൂസിക്കിന് നിർത്തിയില്ല. കൊച്ചിയിൽ വന്നപ്പോൾ ഞാൻ മഹാരാജാസിൽ പോയിട്ട് MA മ്യൂസിക് എടുത്തു. 2 വർഷം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഇനി PhD ചെയ്യണം എന്നാണ് ഉള്ളത്. അതിന് നെറ്റ് പ്രിപ്പറേഷൻസ് ചെയ്യണം എന്നുണ്ട്. പക്ഷെ ഷോസ് ഒക്കെ ആയത് കാരണം കംപ്ലീറ്റ് അതിന് വേണ്ടി ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല.
എല്ലാം കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പ്രിപ്പറേഷൻസ് വളരെ കുറച്ചാണ് നടക്കുന്നത്. പക്ഷെ എൻ്റെ ആഗ്രഹമാണ് PhD ചെയ്യണം. ഇപ്പൊ മ്യൂസിക്കിൽ ഒരു PhD ചെയ്യണം എന്നുള്ളതാണ് ഫ്യൂച്ചർ പ്ലാൻസിലൊന്ന്. പിന്നെ ഒരുപാട് ഷോസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എൻഗേജ് ആക്കി വെച്ചിട്ടുണ്ട്. എൻഗേജ് അല്ല, എന്താ പറയാ, ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ചെയ്യണം. ആക്ടിങ് അങ്ങനത്തെ പരിപാടി ഒന്നും ഒട്ടും എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. അങ്ങനെ തോന്നിയിട്ടുള്ള പറഞ്ഞത് എക്സ്പ്രഷൻസ് ഒക്കെ മുഖത്ത് മിന്നി മറിഞ്ഞു വന്നോണ്ടിരിക്കുന്നു. റിയൽ ലൈഫിൽ വർത്താനം പറയുമ്പോ എക്സ്പ്രഷൻസ് വരും, പക്ഷെ ആക്ടിങ്ങില് താല്പര്യമില്ല. വന്നാലും ഓഫർ വന്നാലും ഇൻട്രസ്റ്റ് ഇല്ല. അയ്യെന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല. പാട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടർ ഒക്കെ വരികയാണെങ്കിൽ ഞാൻ എന്റെ ബ്ലോക്കിലും പിന്നെ എന്റെ പാട്ടിലൊക്കെ ഇഷ്ടംപോലെ അഭിനയിക്കുന്നുണ്ട്. എനിക്ക് ആ ആക്ടിങ് ഓക്കെ, ഐ എം ഫൈൻ വിത്ത് കംഫർട്ടബിൾ ആണ്. അതിൽ കംഫർട്ടബിളാ. അപ്കമിങ് പ്രോജക്ട്സ് എന്തൊക്കെയാ? അപ്കമിങ് പ്രോജക്ട്സ് ഇപ്പോ ഇന്നലെ ഒരു കോറസ് പാടിയിട്ടുണ്ടായിരുന്നു, ഒരു ദിബു നെനൻ അവരുടെ ഒരു സോങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ 2-3 GV പ്രകാശിന്റെ പാട്ടുകളൊക്കെ പാടി വെച്ചിട്ടുണ്ട്. അതൊക്കെ വരുമ്പോ അങ്ങനെ നമുക്കൊരു തമിഴ് അല്ലെങ്കിൽ മലയാളം പാടിയല്ലോ, വേറെ ഒരു തമിഴോ ഹിന്ദിയോ ഏതെങ്കിലും ഒരു തമിഴ് പാടാം കൂടി നമുക്ക് അതൊക്കെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാം. എനിക്ക് ഇളയരാജ സാറിന്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് ഇപ്പൊ പാടാൻ പോകുന്നത്, പൊത്തിവെച്ച മല്ലികമുട്ട്. പൊത്തിവെച്ച മല്ലികമുട്ട് പൂത്തിരച്ച് വെക്കത്തെ വിട്ട് പേസി പേസി രാസിയാനതേ, മാമൻ പേര് சொல்லி சொல்லி ஆளானதே, ரொம்ப நாளானதே. மாலையிட காத்து அள்ளிருக்கு, தாலி செய்ய நேத்து சொல்லிருக்கு. இது சாயங்காலமா மடி சாயம் காலமா, முல்லைப்பூ சூடு மெல்லப்பாய் போடு, അടവാട കാത്ത് സൂടേത്തത്. ഷോ എന്ത് രസാ പാടാൻ. എനിക്ക് പാടാനും ഇഷ്ടാ, കേൾക്കാനും ഇഷ്ടാ. സത്യം പറഞ്ഞത് നിർത്തിയോ? അതെ, ഞാൻ പാടുന്നതിന്റെ ഇടയ്ക്ക് ഷോ എന്തൊരു പാട്ടെന്ന് പറയാൻ തോന്നി. ഭയങ്കര രസമായിട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും വേണ്ട അത് കേൾക്കുമ്പോ. അപ്പൊ താങ്ക് യു സോ മച്ച്. എനിക്ക് പാട്ട് സത്യം പറഞ്ഞ പാടിപ്പിച്ച് മതിയായില്ല, പക്ഷെ എന്ത് ചെയ്യാനാ, സമയം നമുക്ക് അത്രയല്ലേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം കാണാം. അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ പാട്ടുകൾ കൂടുതൽ. അതെ അതെ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇനി എല്ലാ എന്താ പറയാ അപ്കമിങ് പ്രോജക്ട്സിനും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. എനിക്കിങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ ടൈം മാച്ച് ചെയ്ത് വരാത്തതായതുകൊണ്ട് ഇങ്ങനെ നീണ്ടുപോയി. അപ്പൊ നെക്സ്റ്റ് ടൈം നമുക്ക് ഇനിയും പാട്ടുകളായിട്ട് ഒരുപാട് പാട്ടുകൾ നിങ്ങൾക്കും പാടിത്തരാം. അതെ, പുതിയ പുതിയ പ്രൊജക്ട്സ് ആയിട്ടും പാട്ടുകളായിട്ടും വരട്ടെ. അപ്പൊ കീപ് ഷൈനിങ്, കീപ് സിംഗിങ് ആൻഡ് ഓൾവേസ് കീപ് സ്മൈലിംഗ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.